അസ്സലാമലൈക്കും. അൽഹംദുലില്ലാ നമ്മുടെ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ വ്യൂവേഴ്സിനും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഈ ഒരു 10K സബ്സ്ക്രൈബേഴ്സ് സ്പെഷ്യലായിട്ട് ഇന്ന് ഡോണറ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് പാർട്ടിയിൽ സെർവ് ചെയ്യാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ഡെസേർട്ട് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ഈസ്റ്റ് ഒന്ന് ഫോം ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അതിനായിട്ട് 1/4 കപ്പ് ഇളം ചൂടുള്ള പാലും പിന്നെ 1.5 ടീസ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഈസ്റ്റും പഞ്ചസാരയും കൂടി പാലിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ പാല് കൂടുതൽ ചൂടുള്ള പാലെടുക്കരുത് ഒരിക്കലും. ചെറിയ ഇളം ചൂടുള്ള പാൽ തന്നെ എടുക്കുക, അല്ലെങ്കിൽ ഈസ്റ്റ് ഫോം ചെയ്യില്ല. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈസ്റ്റ് എടുക്കുമ്പോൾ പുതിയ ഈസ്റ്റ് ആണെന്ന് തന്നെ ഉറപ്പ് വരുത്തുക. ഡേറ്റ് കഴിയാറായ ഈസ്റ്റ് ഒന്നും എടുക്കാതിരിക്കുക. ഇനി നമുക്ക് മറ്റൊരു വലിയ ബൗളിലേക്ക് ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഞാനിത് നന്നായിട്ട് അരിച്ച് ഇതിലെ കട്ടകളൊക്കെ പോയിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ മെഷർമെൻറ്റ് കറക്റ്റായിട്ടില്ലെങ്കിൽ ഡോണറ്റ് ശരിയാവില്ല. അപ്പോൾ കറക്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യുക. മൈദയിൽ ബട്ടറൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ റബ്ബ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ ഈസ്റ്റ് നന്നായി ഫോം ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ പൊങ്ങി വന്നതായിട്ടൊക്കെ കാണാം. നമുക്കത് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഈ മുട്ടയും മൈദമാവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ നമ്മുടെ പൊങ്ങി വന്നിരിക്കുന്ന ആ ഒരു ഈസ്റ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ചപ്പാത്തി മാവിൻ്റെ ആ പരുവത്തിൽ നമുക്കൊന്ന് കുഴച്ചെടുക്കണം. കയ്യിലൊട്ടാത്ത രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ കുഴക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് കുറച്ച് ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ ചില മുട്ട കുറച്ച് വലിയ മുട്ടയൊക്കെ ആകുമ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നും. ഇപ്പോൾ ഇത് എൻ്റെ മാവിന് കറക്റ്റായിട്ടാണ് വന്നിട്ടുള്ളത്. ലൂസാണെങ്കിൽ ഒരല്പം മൈദമാവ് കൂടി ചേർത്താൽ മതി. അഥവാ ടൈറ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം ചൂടുവെള്ളമോ ഇളം ചൂടുള്ള പാലോ ചേർത്തിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഒരു 5-6 മിനിറ്റെങ്കിലും നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റായി വരണം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ കുഴക്കുന്നിടത്താണ് ഡോണറ്റിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സും അതുപോലെ ഡോണറ്റ് പൊങ്ങി വരാനൊക്കെ ഈ ഒരു നമ്മൾ എങ്ങനെ കുഴക്കുന്നു അതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ ഇത് നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഇതൊരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈസ്റ്റ് പെട്ടെന്ന് ഫോം ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ഉള്ളതാണെങ്കിൽ 1 മണിക്കൂർ കൂടുതൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ചൂടായത് കൊണ്ട് 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇപ്പോൾ ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളതാണിത്. ഇനി ഇതിന് നമുക്ക് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ മൈദമാവ് ഇട്ടിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ അധികം നെയ്സാക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം തിക്നെസ്സിലാണ് പരത്തിയെടുക്കുന്നത്. ഈ ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കാം. ഇനി നമുക്ക് കയ്യിൽ ഡോണറ്റിൻ്റെ കട്ടർ ഉണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. അല്ലെന്നാണെങ്കിൽ ഇതുപോലുള്ള ഗ്ലാസ് വെച്ചിട്ട് സെൻറ്ററിലുള്ള ഹോൾ ചെയ്യാനായിട്ട് ഇതുപോലുള്ളൊരു ചെറിയൊരു കുപ്പിയുടെ അടപ്പ് എടുക്കാം. അപ്പോൾ വലിയ പാത്രത്തിൻ്റെ എന്തെങ്കിലും അടപ്പും പിന്നെ ഒരു ചെറിയ മരുന്നിൻ്റെ കുപ്പിയൊക്കെ ഉണ്ടാവില്ല, അതുപോലെയുള്ള ഒരു അടപ്പും എടുത്താൽ മതിയാവും. ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം. എന്നിട്ട് സെൻറ്ററിലായിട്ട് ഈ ഒരു ചെറിയ അടപ്പ് വെച്ചിട്ട് ഹോൾ ഉണ്ടാക്കാം. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റുന്ന ടൈമിൽ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം എടുത്തു വെക്കാനായിട്ട്. അതുപോലെ തന്നെ എടുത്തു വെക്കുന്ന പ്ലേറ്റിൽ അല്പം മൈദമാവ് തൂകിയതിന് ശേഷം വേണം എടുത്തു വെക്കാനായിട്ട്. അല്ലെങ്കിൽ പ്ലേറ്റിൽ അങ്ങനെ തന്നെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെക്കുന്ന ടൈമിൽ ഇതിൻ്റെ ഷേപ്പ് മാറാതെ പതുക്കെ വേണം എടുത്തു വെക്കാനായിട്ട്. അതുപോലെ ഹോള് ചെയ്യുന്ന ടൈമിലും സെൻറ്ററിൽ തന്നെ ഹോള് വരാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് എല്ലാ ഡോണറ്റ്സും നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇത് ഒരു നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. ബാക്കിയുള്ള ഡോണറ്റ് നമ്മൾ പരത്തി കട്ട് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ബാക്കിയുള്ളതിനെ കൊണ്ട് നമുക്ക് മാക്സിമം
ഇപ്പം മുഴുവനായിട്ട് ഞാൻ ഡോണറ്റ് ഉണ്ടാക്കി 13 ഡോണറ്റ്സ് വരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ആ ഒരു ടൈമിൽ ഇതിൻ്റെ ഐസിങ് തയ്യാറാക്കുകയാണ്. അതിനായിട്ട് ഞാൻ ഒരു ഡബിൾ ബോയിൽ ചെയ്യാണ്. ഒരു ബൗളിൽ വെള്ളം എടുത്ത് അതിൻ്റെ മുകളിലായിട്ട് വേറെ വലിയൊരു ബൗൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിയിലത്തെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ മുകളിൽ വെച്ച ബൗളിൽ ഒരു അര കപ്പ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. അപ്പോൾ നല്ലൊരു ഗ്ലൈസിങ് കിട്ടാൻ വേണ്ടി ഒരു 1.5 ടേബിൾ സ്പൂണോളം ബട്ടർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അൺസാൾട്ടഡ് ബട്ടറാണ് നല്ലത്. അപ്പോൾ ഇത് ഡബിൾ ബോയിലായി വന്നപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ എടുത്തിരിക്കുന്ന പാത്രം, അതായത് മുകളിൽ വെച്ച പാത്രവും അതുപോലെ നമ്മൾ ഇളക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണോ സ്പാച്ചിലോ അതൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കണം. അല്ലെങ്കിൽ ചോക്ലേറ്റ് കട്ട പിടിക്കുകയാണ് ചെയ്യുക, മെൽട്ടാവില്ല. ഇനി നമുക്ക് ഡോണറ്റ്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് തന്നെ പൊങ്ങി വരും. ഇപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ടൈമിൽ തന്നെ കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണയിലിടുമ്പോൾ നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇത് തിരിച്ചും മറിച്ചുവിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അകം തീരെ വേവാത്തതുപോലെയാണ് ഉണ്ടാവുക, നല്ല ഒട്ടലായിരിക്കും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ മുഴുവൻ ഡോണറ്റ്സും ഇങ്ങനെ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു 1.5 കപ്പ് മൈദയിൽ 13 ഡോണറ്റ്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചോക്ലേറ്റ് ഗനാഷിൽ ഡിപ്പ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ തന്നെ ഡെക്കറേറ്റ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നട്ട്സൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെയും കഴിക്കാം. പിന്നെ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ട് ഗനാഷ് ചെയ്തിട്ടും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷിലാണ് ഒന്ന് ഡിപ്പ് ചെയ്യുന്നത്. ഇതുപോലെ പിടിച്ചിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് കുറച്ച് ടൈം താഴ്ത്ത് വെക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് കളേർഡ് ഷുഗർ ബോൾസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി വെക്കുന്നതേ ഉള്ളൂ, ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഡോണറ്റ്സിൻ്റെ ഡെക്കറേഷൻ്റെ ഐഡിയാസ് ഞാൻ കുറച്ച് ഫോട്ടോസ് ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോസ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സിമ്പിളല്ലേ ഈ ഒരു ഡോണറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വല്ലപ്പോഴും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് ഡോണറ്റ്. സാധാരണ പുറത്ത് പോയിട്ടാണ് കുട്ടികൾക്കൊക്കെ ഇത് വാങ്ങിച്ചു കൊടുക്കാറ്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ഡോണറ്റ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കി ട്രൈ ചെയ്യാം. നമുക്ക് പഠിക്കുകയും ചെയ്യാം, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ആ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണും അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് മുടങ്ങാതെ കാണാൻ കഴിയൂ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്